ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ പിള്ളേരും ഒത്തിരി ഹാപ്പി ആയിട്ടോടെ ഇരിക്കണേ. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നുവെച്ചാൽ എസ്പെഷ്യലി നമ്മളെ സഹായിക്കുന്നവർക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്, അത് ശരിക്കും പറയണമെങ്കിൽ നല്ലൊരു എന്താ പറയുക, അത് എൻ്റെ ഒരു ബലമാണ് കേട്ടോ. കാരണം നമ്മളെ ഈ ഒരു ഹെവൻ ഇത് ശരിക്കും പല സമയങ്ങളിലും ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ തന്നെയാണ് നമുക്ക് റിക്കവർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാവരെയും നമ്മൾ കണ്ടോ ഫ്ലൈ ടൈമിൽ അയച്ചു വിട്ടേക്കാണ് എല്ലാവരെയും. പിന്നെ നമ്മുടെ അർച്ചുംകൂട്ടൻ. ഇപ്പോൾ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ എല്ലാ വീഡിയോയിലും കണ്ടോ ആശാനാണ് ആദ്യം തന്നെ വന്ന് നിൽക്കുക, നമ്മുടെ അർച്ചുംകൂട്ടൻ. പിന്നെ അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, നമ്മുടെ സ്കൂബിയും. പിന്നെ എല്ലാവരും അവിടെ. നമ്മുടെ ടിങ്കു, പിന്നെ അവിടെയൊക്കെ ആട്ടോ നമ്മുടെ കിങ്ങിണിയും, പിന്നെ കൊകോ. അപ്പൊ നല്ല രീതിക്ക് തുമ്മൽ കിട്ടിയിട്ടുണ്ട്. തുമ്മൽ മാത്രമല്ല, അത് ഇന്നലെ മഴ കൊണ്ടു കുറച്ചൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് തുമ്മലും മൂക്കടപ്പും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് മഴ കൊണ്ട കാരണം ഉണ്ടാകും. കുറച്ച് നേരം മഴ കൊണ്ടാണ്. അതെ, കോക്കപ്പെണ്ണ് വന്നു കണ്ടോ. കോക്കപ്പെണ്ണ് ശരിക്കും പറയണെങ്കിൽ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര പേടി. അതെ കണ്ട വെള്ളം മുഖം നോക്കി കണ്ട, ഒരു അമേരിക്കൻ പുള്ളി ഭയങ്കര ഗൗരവമായിട്ടുള്ള മുഖം ഉണ്ട്. പക്ഷെ നമ്മള് കടിക്കാന്നല്ലാണ്ട് അതൊന്നും നമ്മൾ ചെയ്യില്ല കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സൈലന്റ് ആണ് നമ്മൾ. അത്രയും സൈലന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാമ്പൻ കോയിട്ടാണ്. പിന്നെ നമ്മുടെ ജിമ്മിച്ച നടക്കണം നോക്കി. ജിമ്മിച്ച എന്താണ് പരിപാടി? എന്താണ് പരിപാടി? പിന്നെ നമ്മള് ഒരു കമന്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വേറെ ഒന്നല്ല, ഉണ്ണിയുടെ ചെരുപ്പുകൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ റെഡ് ക്രോക്സ്, അത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇപ്പൊ കണ്ട മഞ്ഞല്ല, ഒരു ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറയാം. അത് ഇത് ആക്ച്വലി ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതെന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇത് ആക്ച്വലി ഇതുമേ കുറെ പടങ്ങളൊക്കെ ഉണ്ട് കണ്ട. ഡൊണാൾഡ് ഡക്ക്, അതുപോലെ അവഞ്ചേഴ്സിന്റെ ബാറ്റ്മാൻ, അതും ഒരു ചെരുപ്പുമ്മ. പിന്നെ എന്താണ് പിന്നെ ഡോഗിനെ ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് ആണോ പൗസ്. പിന്നെ ഡോഗിന്റെ ഒരു പടം ആണോ. ഇത് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് എന്താ, ഇത് എന്താ പറയാ, അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ക്രോക്സിന്റെ. പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഗിഫ്റ്റ് തരുന്നോട് ഞാൻ ചോദിക്കും, എന്തിനാണ് ഇത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഒക്കെ തരുന്നത്? പക്ഷെ അവരുടെ ഇഷ്ടമാണ് അത്. പിന്നെ നമുക്ക് ഗിഫ്റ്റാണ്, നമുക്ക് ഒരിക്കലും അതിനെ ഇതൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇനിയും ഗിഫ്റ്റ് ഞാൻ സ്വീകരിക്കും കേട്ടോ. അതിനൊരു മടിയില്ല എനിക്ക്, വേറെ കാര്യം. അപ്പൊ എല്ലാ പിള്ളേരും ഇതാക്കിയ നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ പാപ്പൂസിനെ കുളിപ്പിക്കുക. കാരണം പാപ്പൂസിന്റെ കോലം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആശാൻ ഇരിക്കണേ. അപ്പൊ അത് കാരണം കൊണ്ട് ആശാനെ ഇന്ന് കുളിപ്പിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അതെ, അതിന്റെ ഒപ്പം ആര വരണമെന്ന് നോക്കിയാൽ നമ്മുടെ ഗോപുട്ടനും കൂടെ വരണുണ്ടോ? വേണ്ട പാപ്പു, അവിടെ നിക്ക് നിന്നൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇങ്ങോട്ട് ഓടതെ കണ്ട, വെളുത്ത് തുടുത്തിരുന്ന എൻ്റെ ചെക്കൻ്റെ മോന്താണ്ട. ഇപ്പൊ നമ്മുടെ ബാറ്റ്മാന്റെ പോലെ ആയില്ല ഇപ്പൊ കണ്ണിന്റെ ഭാഗം. കള്ളന്മാരെ പോലെ ആയില്ലേ, കള്ളന്മാര് മറ്റേ തുണി കെട്ടില്ലേ, അതുപോലെ ആയില്ല ഇപ്പൊ. എല്ലാ ചെളിയിലും ഇറങ്ങി നടന്ന് അതെ നമ്മുടെ ഗോപുട്ടൻ പറഞ്ഞോ. ഗോപുട്ടനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ ഫുൾ ടൈം ഇപ്പൊ പുറത്താണ്. ഞാൻ പറയാറില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന ചില സമയങ്ങളിൽ മാത്രമാണ്. ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവനെ ഞാൻ അകത്തോട്ട് തരണം, ഇല്ലെങ്കിൽ അവൻ എൻ്റെ പിന്നാലെ വരും. ഗോപുഷേ ഞങ്ങൾ പറ്റുവാണെങ്കിൽ മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് മുത്തപ്പനെ കാണാനായിട്ട് പോകുന്നുണ്ട്. കണ്ണൂർക്ക് ഞങ്ങൾ വരുന്നുണ്ട് ഗോപൂസിനെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്ന ദിവസം ഞാൻ പറയാം. അപ്പൊ എല്ലാവരും നമ്മുടെ ഗോപുവിന് ഇഷ്ടപ്പെടണം. എല്ലാവരും കണ്ണൂർ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. അപ്പൂസ് വരുന്നത് അപ്പൂസല്ല, പറ്റുവാണെങ്കിൽ അപ്പൂസിനെ കൈ പിടിക്കും. ഗോപുവിനെയും പാപ്പുവിനെയാണ് മെയിനായിട്ട്. പറ്റുവാണെങ്കിൽ അപ്പൂസിനെ നമ്മൾ കൈ പിടിക്കും കേട്ടോ. അപ്പൊ നമ്മള് മോനെ അകത്ത് കയറിയിരിക്കും. ഇവനെ ശരിക്കും പറയണെങ്കിൽ ഇപ്പൊ പോരാത്തിന് ചെളിയും കൂടെ ആയ കാരണം കൊണ്ട് നല്ല രീതിക്ക് അഴുക്കാവും. പിന്നെ എപ്പോഴും കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരും. അത് കാരണം കൊണ്ടാണ്.
അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ബാപ്പുവിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, ബാപ്പുവിൻ്റെ പരിപാടി മാത്രമല്ല, നമുക്ക് കാറ് പണി കിട്ടി. കാറ് എ സിയുടെ മാത്രമല്ല, നമ്മുടെ ഒരു ഫാനിൻ്റെ കാര്യം എന്തോ പറഞ്ഞു. അത് ഇതാണ്, വണ്ടി ഇടയ്ക്ക് നല്ല രീതിക്ക് ഹീറ്റാവും, നമുക്ക് സിഗ്നൽ തരും, വണ്ടി ഓഫ് ആവാൻ പോകാന്നുള്ളത്. അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മെയിൻലി നമ്മൾ ശരിക്കും വണ്ടി നല്ല രീതിക്ക് റഫ്യൂസാണ്. നമ്മൾ വേറൊരു വണ്ടി നമ്മൾ ഓപ്ഷൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ. നമുക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഈ കോയോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ നോക്കണം. കാരണം നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെ പോയി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ടും പിള്ളേർക്ക് കംഫർട്ടായിട്ടുള്ളത് ഈക്കോ മോഡൽ കാറുകളാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വഴി വെച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു ബൊലേറൊക്കെ എടുക്കേണ്ടി വരും. കാരണം അവസ്ഥ അങ്ങനെയാണ് റോഡിൻ്റെ. ഇനിയിപ്പോൾ ഇത് തിരിച്ചു കയറ്റുമ്പോൾ എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് ബാക്കി വരും നമുക്കറിയില്ല. വാട്ടെവർ നമ്മളിന്ന് അപ്പോൾ പോവാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ കാർ ഇട്ടിട്ട് നമ്മുടെ മാക്സിനെ വിളിക്കും, നമ്മുടെ പെറ്റ് ഫോക്കസിൽ. അവൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാക്കാതെ നമ്മുടെ അമ്പാടിക്കുട്ടൻ കണ്ടാ, അമ്പാടിക്കുട്ടനെ കണ്ടാ ഞാൻ അമ്പാടിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ രാത്രി ഇവനെ ഞാൻ പുറത്തോട്ട് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ നിലവിൽ ഇപ്പം എല്ലാവരും ഫീൽഡാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ കുഞ്ഞിനും കൂടെ ഭയങ്കര സ്ട്രെസ് കൊടുക്കണ്ട. അപ്പോൾ അവനാകുമ്പോൾ ഇതാകുമ്പോൾ അവന് വലിയ കേജാണ്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാവരും അതിനൊക്കെ നമ്മൾ അകത്തോട്ട് ഫ്രീ ആയിട്ട് വിടും കേട്ടോ. മണ്ണിലേക്ക് വിടാറായിട്ടില്ല. ഇവിടെ ഈ മണ്ണ് ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ടാണ് ഇത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ അതായത് നമ്മുടെ ഹസ്കിക്കുട്ടൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ഒക്കെ നമ്മൾ മേടിച്ചു, നമ്മൾ ഇന്നലെ കാണിച്ചു. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ അവസ്ഥ നമ്മൾ നാളെ നമ്മൾ ഡോക്ടറെ കാണിച്ച് സർജറിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കാരണം ആ കണ്ണ് നമ്മൾ എടുത്ത് കളയാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മളിതേ പോവാണ്, നമ്മുടെ പാപ്പൂസിനെ കൊണ്ട് പോവാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് വെളുപ്പിച്ചെടുക്കണമെങ്കിൽ എത്ര മണിക്കൂറത്തെ പരിപാടിയാണെന്ന് അറിയോ? അവന് ഒപ്പിച്ച് വയ്ക്കാൻ ഭയങ്കര എളുപ്പം. 2 സെക്കൻഡ് മതി അവന് ചെളിയിൽ കയറി അങ്ങോട്ട് അറമാതിക്കാൻ. ഇത് കണ്ട കണ്ണിൻ്റെ അവിടെ കഴുക്കിരിക്കണുണ്ട്, അവൻ്റെ കണ്ണിൻ്റെ അവിടെ കഴിച്ചിരിക്കണ കുറുമ്പാണ് അവന്, കുറുമ്പ്. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലെ വളരെ രസകരമായിട്ടുള്ളൊരു കമന്റ് ഉണ്ട്. അതെന്നെ കളിയാക്കിയിട്ടാണ്, സംഭവം വേറൊന്നുമല്ല. താന് ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് ഈ നടക്കണ പോലെയുള്ള സംഭവം പോലെയല്ല ഈ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ആള് എനിക്ക് അതിൽ കമന്റ് ഇട്ടു. സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരി വന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് പ്രായത്തിന്റെ പ്രശ്നമാണോ എന്താന്ന് പറഞ്ഞുകൂടാ. എന്താ ചെയ്യാ, ലുക്കായി പോയി. ഈ സൗന്ദര്യം ഒരു ശാപമായി, അതല്ലായി വെറുതെ പറഞ്ഞാട്ടാ. അപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ഇട്ട് പോകണോ അതോ ഷർട്ട് ഇട്ട് പോകണോ, ഇതുപോലെ ഫുൾ സ്ലീവ് ഇടണോ, ജീൻസ് ഇടണോ, ഫ്രോക്സ് ഇടണോ, കൂളിംഗ് ഗ്ലാസ് വയ്ക്കണോ, ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ഇന്ന ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ റെസ്ക്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. ഞാൻ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം പപ്പ ആദ്യം ദുബായിൽ തന്നെയായിരുന്നു, ആൾ ഷെഫായിരുന്നു. മൂപ്പരനോട് പറഞ്ഞിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ 10 വയസ്സില്ലെങ്കിലും നീ കുളിച്ചൊരുങ്ങി നല്ല ഭംഗിയിൽ നടക്കുക. എന്നുവെച്ചാൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എന്താ പറയുക, നമ്മൾ ദരിദ്ര എന്നുള്ള കാര്യം നമ്മുടെ ഡ്രസ്സിങ്ങിൽ അറിയാൻ പാടില്ല. അതുപോലെ ടിപ് ടോപ്പായിട്ട് നടക്കണം. ഡ്രസ്സിങ്ങിലാണ് ഒരാളെ വിലയിരുത്തുക. അത് മാത്രമല്ല കേട്ടോ, ഒരാളുടെ പെരുമാറ്റവും ഉണ്ട്. ഡ്രസ്സിങ് നന്നായിട്ട് കാര്യമൊന്നുമില്ല, സ്വഭാവം കൂടി നന്നാക്കണം. അപ്പോൾ അതാണ് കാര്യം. അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതുപോലെ നല്ല വൃത്തിയോടെ ഇതാക്കുക. കാരണം നമ്മൾ നാളെ എവിടെയെങ്കിലും പോകുമ്പോൾ റെസ്ക്യൂയുടെ ഇടയിൽ നമ്മൾ നല്ല വലിയ ആൾക്കാരെ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടി വന്നാൽ ചിലപ്പോൾ അത് നമ്മൾ പറയാൻ പറ്റില്ല. അത് നമ്മളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവർ നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ ഇതില്ലാതെ ഒരു വൃത്തിയോടെ അല്ലാതെ നടക്കാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതൊരു ബാഡ് മാർക്കാവും. കാരണം അതങ്ങനെ ഞാൻ കുറേ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ്. അത് മാത്രമല്ല, ഞാൻ പണ്ട് മുതൽക്കേ ഇങ്ങനെ തന്നെയാണ്. മീൻസ് പറ്റാവുന്നത്തോളം എല്ലാ സ്ഥലങ്ങളിലും, ഈവൺ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് വരെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിന്നു. സംഭവം വേറെ ഒന്നുമല്ല, ഈ കൂളിംഗ് ഗ്ലാസ് വെക്കണത് എൻ്റെ അഹങ്കാരോ കാരണം കൊണ്ടല്ല. ഭയങ്കരമായിട്ടുള്ള വെയിൽ എനിക്ക് എൻ്റെ കണ്ണിന് പറ്റില്ല. എൻ്റെ കണ്ണിൻ്റെ ഒരു വെയിൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ആദ്യം സ്പെറ്റ്സ് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് വല്ലാതെ ഉള്ള വെളിച്ചം എൻ്റെ കണ്ണ് അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് കാരണം കൊണ്ടാണ്. അല്ലാതെ ഞാൻ എപ്പോഴും ഇത് ഷോയ്ക്ക് വേണ്ടി മാത്രമല്ല, ഷോക്കും വിൽക്കും. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് വിചാരിച്ചാൽ ഞാൻ അന്തനാന്നാരും വിചാരിക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ പോവാ നമ്മുടെ പാപ്പു, പോവാ കുളിച്ച് സുന്ദരനാവാ. സുന്ദരനാവാളമല്ല, ഇനിയിപ്പം മേലെ കയറ്റി എത്തിയ കാരണം കൊണ്ട് അതിൻ്റെ മോൻ ഇറക്കണോ ഇല്ലല്ലോ ഈശ്വര. അങ്ങനെയാണെങ്കിൽ ഓടി രക്ഷപ്പെടായിരുന്നു എന്ന് പറയാം. നമ്മൾ വരാങ്ങണ്ട്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകും. വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മൾ നേരെ
ഇവനെയും കൊണ്ട് അവൻ വന്ന് പിക്ക് ചെയ്യും, മാക്സിമം വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നേരെ ഗ്രൂമിങ്ങിന് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇടാം. അപ്പോൾ നമ്മുടെ പെറ്റ് ഗ്രൂമർ വന്നിട്ടുണ്ട്, നമ്മുടെ മാക്സിമം വന്നിട്ടുണ്ട്. നമ്മുടെ പാപ്പൂസ് ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെ കണ്ടോ, നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി. അവിടെ ഇന്ന് ഈ വൈകുന്നേരം നമ്മുടെ വണ്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി അത് എത്രത്തോളം പണി കിട്ടും നമുക്കറിയില്ല. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ മാക്സിമം നമുക്കൊരു ഉപദേശം തന്നു, മര്യാദയ്ക്ക് ബാറ്ററി വണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ട്. കാരണം മൂപ്പര് ഇപ്പതേ നമ്മുടെ ഏതാടാ വണ്ടി, ഇത് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇതിലിപ്പോ എന്താ വെച്ചാൽ ലൈവിലില്ല, ബാക്കി നമുക്ക് പാട്ട് സെറ്റ് എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലാകൂടി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 220 റേഞ്ചാണ് കമ്പനി പറയണത്. എനിക്കിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു 190 കിട്ടിയിട്ടുണ്ട് മൈലേജ് ഒറ്റ ചാർജിങ്ങില്. മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫാസ്റ്റ് ചാർജിങ് ഒരു 500 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 190 കിലോമീറ്റർ ഓടാം. നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ റെസ്ക്യൂനൊക്കെ പോകുമ്പോ നമ്മള് ഈ ഡീസലൊക്കെ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേട്. 1000-1500 നമ്മൾ അടിക്കാൻ നിൽക്കണം. എന്തായാലും ബാറ്ററി വണ്ടി ഭാവിയിൽ എടുക്കാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ മാക്സിമം സ്പോൺസർ ചെയ്യണ്ട, സ്പോൺസർ പിന്നെ നമ്മള് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒരു കസ്റ്റമേഴ്സിന് ഫ്രീ തൃശ്ശൂര്. അത് ഒന്ന് പറഞ്ഞു കൊടുത്തോ ലൈവായിട്ട്. കാറിലാണ് ഇരിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ നോർമൽ ഷിറ്റ്സൂസിന്റെ ചാർജ് ഒക്കെ മാറ്റഡ് അല്ലാത്തൊക്കെ ഒരു 1500 നമ്മൾ മേടിക്കുന്നത്. മാറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 2000 രൂപ അത് പിന്നെ നോക്കിയിട്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇൻ കേസ് വല്ല എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആരും ഇല്ലാന്ന് വെച്ചാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ഓട്ടോറിക്ഷമാരുണ്ട്. ഇപ്പൊ എന്റെ ഡോഗിന് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്തു. ഒന്ന് നമ്മളോട് ഒരു കാര്യം പറയാണ്ട് അവര് ചുമ്മാ ഇവിടെ കണ്ടിട്ട് ഒരു പട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവരപ്പൊ വണ്ടി എടുത്തു പോയി. എന്ന് പറയുമ്പോ അത് സ്വാഭാവികമായിട്ടും നമ്മള് പല സ്ഥലങ്ങളിൽ ഈ റെസ്ക്യൂവിന് പോകുമ്പോ നമ്മൾ ഇത് കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഓട്ടോറിക്ഷയിൽ കുറെ പേർക്ക് കയറ്റാൻ മടി, അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത് പണിയില്ലാത്തവന്മാരാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് അപ്പൊ അവർക്ക് എന്നിട്ട് പിന്നെ അവരുടെ ഈ ഒരു വണ്ടിയിൽ ഇതൊന്ന് കയറ്റിക്കൊണ്ട് പറയണ കാശ് നമ്മൾ തരാം കാശല്ലേ. പക്ഷെ വേറൊരു കാര്യം, ഇവര് പറയണ കാരണങ്ങളും ഇതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് അങ്ങനത്തെ കുറെ കാര്യങ്ങള് പറയാറുണ്ട്. പക്ഷെ വേറൊരു കോമഡി എന്താണെന്നറിയോ, എന്റെ ആദ്യത്തെ വീട് കാച്ചേരി നടത്തലുള്ള എന്റെ വീടിന്റെ ആദ്യത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം വീട് കേട്ടാ. അവിടെ ഒരു മുസ്ലിം ചേട്ടനാണ് ഡോഗ്സിനെ കൊണ്ടുപോകാനായിട്ട്. അവിടെ ആകെ കൂടി ഒറ്റ ഓട്ടോറിക്ഷ ഉള്ളൂ. ആ ഓട്ടോറിക്ഷ മീൻസ് ആ ഒരു അങ്ങേര് മാത്രമേ ഉള്ളൂ. ആകെ ഒറ്റ ഓട്ടോറിക്ഷ അങ്ങേര് മാത്രമേ ഉള്ളൂ. അത് മുസ്ലിമാ. ആള് ഒരു മടിയില്ലാണ്ടാണ് ആള് ഡോഗ്സിനെ ഇങ്ങനെ നമ്മുടെ ആദ്യമൊക്കെ നമ്മൾ കാറും ബൈക്കും ഒക്കെ ആവാനായിട്ട് മുന്നേ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിരുന്നത്. അപ്പൊ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത് കേട്ടോ. അതായത് നമ്മള് പിന്നെ ഇതിലെന്ന് പറയുമ്പോ നമ്മള് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മള് ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ഡോഗിന്റെ ഓണർ വന്നിട്ടാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോണേ. അത് ഇടയിൽ കടി കിട്ടുക കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഓട്ടോയുടെ ഈ ഒരു സീറ്റിന്റെ ബാക്കിലെ സ്പേസ് നിങ്ങൾക്ക് അങ്ങനെ വെച്ചാൽ മറച്ചു വെക്കാം. ഇപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ എല്ലാം മറച്ചു കിട്ടുന്നുണ്ട്. മോണ്ടോയുടെ ഇലക്ട്രിക് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരു എല്ലാത്തിലും മറ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ കടി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പേടിക്കാണ്ട് നിൽക്കുക. പേടിക്കാണ്ട് നിൽക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. മെയിൻ ആയിട്ട് ഓട്ടോറിക്ഷക്കാര് ഒന്ന് ഇതിനൊക്കെ ഇതായി കഴിഞ്ഞ് ഇതിന് നല്ല പൈസ മേടിക്കാം. അതെ, സത്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല റെസ്ക്യൂസ് ഇപ്പൊ നമുക്ക് ഇൻഫോം ചെയ്യണ പല ചേച്ചിമാരും നമ്മളോട് പറയാറ്, മോനെ ഞാൻ 700 രൂപ കൊടുത്തിട്ട് 700-800 രൂപ കൊടുത്തിട്ട് അതും നിസ്സാരം 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടാ. അതില് 700-800 ഒക്കെയാണ് ഒരു ദിവസം ഒരാളുടെ കൂലി ഒറ്റടിയാണ് കിട്ടണത്. എന്നിട്ടും എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ല. അതാ. അപ്പൊ എന്തായാലും നമ്മളിതേ നമ്മുടെ പോവാണ് മാക്സന്റെ സാമ്രാജ്യത്തിലേക്ക് പോവാണ്. പാപ്പൂസിനെയും കൊണ്ട് പാപ്പൂസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള്. എന്താണ് സംഭവം എന്ന് ആശാന് മനസ്സിലായിട്ടില്ല. പാപ്പൂശേ പാപ്പൂനെ ഒന്ന് വിളിപ്പിച്ചെടുക്കണം. അപ്പൊ അങ്ങോട്ട് എത്താറായിണ്ട് ഏകദേശം. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാട്ടാ. അപ്പോൾ ഞാൻ നമ്മുടെ മാക്സന്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ ഓൾറെഡി ഒരു കാറ്റും പിന്നെ അതുപോലെ അവിടെ ഒരു ഡോഗിനും ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാപ്പൂസിനെ ഗ്രൂം ചെയ്യാൻ പോവാട്ടാ. അല്ല മാക്സാ? അപ്പോൾ ഇവിടെ ഇവന് പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കോ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ. എന്ന് മീൻസ് അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ അതെ, അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട്?
സ്കിന്നിലെ എവിടെ നോക്കിയാലും ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. അതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തു നമ്മുടെ പാപ്പൂസിന്. ആകെ കൂടി പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചെളിയിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഇരിപ്പാണ് ആശ. കണ്ട, ഇതാണ് അവന്റെ പ്രശ്നം. അപ്പോ പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വാതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ആശം പോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഇതിപ്പോ നമ്മള് പാപ്പൂസിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു. പാപ്പൂസിനെ ഇപ്പോ നമ്മള് അതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട. എവിടേക്കാന്ന് പറഞ്ഞു, നമ്മള് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയൊരു ബോർഡിംഗ് സെന്റർ ആൻഡ് ഡോഗ് ട്രെയിനിങ് സ്കൂള്. തൃശ്ശൂരിലെ ഏറ്റവും വലുത്. വേറെ ബ്രേക്ക് ചെയ്തിട്ടില്ല ആരും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേക്കർ 10 സെന്റില് ഒരേക്കറിൽ ഒരു ബോർഡിംഗ് സെന്ററും ഡോഗ് ട്രെയിനിങ്ങും. അതിപ്പോ ഒന്ന് മൂപ്പര് പറഞ്ഞു, നമ്മളൊന്ന് എന്താ പറയാ, മൂപ്പര സ്ഥലത്താണ് ഈ പരിപാടി നടക്കണേട്ടാ. പക്ഷെ ഞാനത് റെന്റ് ഔട്ട് ചെയ്തോണ്ടാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അജിത്ത്, കാനൈൻ ഡോഗ് ട്രെയിനർ എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം ID. ഇപ്പോ നമ്മൾ ആ സ്ഥലത്തിന് ഇട്ടോക്കണ പേര് സ്കൂൾ ഓഫ് കാനൈൻ എന്നാണ്. സ്കൂൾ ഓഫ് കാനൈൻ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇത് എന്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അപ്പൊ മൂപ്പരാണ് പറഞ്ഞത്, മൂപ്പരെ അവിടേക്കൊന്ന് പോവാം, നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ പോവാം. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാട്ടാ. അതെ, അപ്പൊ മൂപ്പര് സ്വർഗാന്നാണ് പറഞ്ഞേക്കണ കേട്ടാ. അപ്പൊ എന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊഞ്ചിച്ച് വഷളാക്കാൻ അറിയുള്ളൂ. നീ അവിടെ ട്രെയിനിങ്ങാ. എനിക്ക് എന്റെ പിള്ളേരെ കൊഞ്ചിച്ച് വഷളാക്കാൻ അറിയുള്ളൂ. ഒരാളെ എന്റെ പിള്ളേർ ഇപ്പൊ നമ്മുടെ പാപ്പു അവനനുസരിക്കുന്ന ഒരു കുഞ്ഞാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവില്ല. കണ്ട, ഇതുപോലെ അഴുക്കാക്കിയിട്ട് വരില്ല അവൻ. അപ്പോൾ നമ്മുടെ മാക്സന്റെ സ്വർഗരാജ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കട്ടെ. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ അതെ, നമ്മുടെ മാക്സം പറഞ്ഞിട്ടുള്ള അവന്റെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടതെ. ഇതാണ് ആ സ്വർഗത്തിന്റെ കവാടം. ഈ 3 പേര് അങ്ങോട്ട് തുറന്നിട്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ മാക്സൻ, പിന്നെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ അജിത്ത്. മൂപ്പരെയാണ് നമ്മുടെ പിള്ളേരെ ട്രെയിനറും കാര്യങ്ങളൊക്കെ കണ്ടോ. സ്കൂൾ ഓഫ് കാനൈൻ ഒന്ന് മാറിയുന്നേ. അജിത്തിന്റെ ഇവന്റെ സംരംഭമാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവന്റെ പ്ലോട്ടില് മൂപ്പര് ചെയ്യണ ഒരു സംഭവം. ഡോഗ് ട്രെയിനറാണ്. എത്ര കൊല്ലായി? ഞാനിപ്പോ പ്രൊഫഷണൽ ആയിട്ട് 15 കൊല്ലായി മൂപ്പര്. 5 കൊല്ലായിട്ട് മൂപ്പര് ഡോഗ് ട്രെയിനർ ഫീൽഡിലാണ്. മൂപ്പര് എന്താ ചെയ്യണേ പരിപാടി തന്നെയാണ്. 5 കൊല്ലായിട്ട് ഇവന്റെ ഒപ്പം തന്നെയാണ്. അജിത്തിന്റെ ഒപ്പം കൂട്ടാളിയായിട്ട് ഇതേ മൂപ്പര് പേര് പറഞ്ഞേ ആകാശ്. ഏതാ? സുഡു എന്ന് ചെല്ല പേര് നമ്മുടെ സുഡുമോൻ. അപ്പോ ബാക്കി ഉള്ളിലുള്ള വിശേഷങ്ങൾ ഇങ്ങോട്ട് വന്ന ക്യാമറമാൻ ഇങ്ങോട്ട് വരൂ. അവന്റെ ശരിക്കും പറയണെങ്കിൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ശരിക്കും പറയണെങ്കിൽ എന്താണ് മാക്സിമം നമുക്ക് ഈ സ്ഥലം ഒന്ന് സജസ്റ്റ് ചെയ്യാന്? ഇത് പെട്ടെന്നെടുത്ത പരിപാടികളാണ്. പിന്നെ നമ്മളെപ്പോഴേക്കും കർമ്മനെപ്പോഴേക്കും നമ്മൾ സ്ഥലം എടുത്ത് കഴിഞ്ഞു. സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി കണ്ട. ഇത്രയും അധികം. ഇത് ശരിക്കും പറയണെങ്കിൽ എത്ര ഏക്കറിലാ? ഇത് 1 ഏക്കർ 10 സെന്റ്. 1 ഏക്കർ 10 സെന്റാണ് ഈ കാണുന്നത് കേട്ടാ. ഇതിന്റെ ഉള്ളിലാണ്. ഇത് ശരിക്കും പറയണെങ്കിൽ ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണു ഇത് തൃശ്ശൂരല്ല, ചിലപ്പോ കേരളത്തിലെ നമ്പർ 1 ബോർഡിംഗ് സെന്റർ ആവും. കാരണം ഇത്രയധികം സ്പേസിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ അറിവിൽ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഭാവിയിൽ ഇതുപോലെ തന്നെ ആവട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ പിള്ളേര് അജിത്ത് എത്ര പിള്ളേരുണ്ട് ഇപ്പൊ ട്രെയിനിങ്ങിന്? 8 പേര് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. മൂന്ന് പേര് ബോർഡിങ്ങിന്. ഓൺ ഡോഗ്സ് ഉണ്ട്. നിങ്ങളുടെ തന്നെ ഏതാ ബ്രീഡ്? വോൾഗ അഡോപ്റ്റ് ചെയ്താണ്. എന്ത് വില? റെസ്ക്യൂ അങ്ങനെയാണോ അതോ നോക്കാൻ പറ്റാണ്ടായിപ്പോ ആക്കിയതാണല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം ആരെയാണ് നിങ്ങളുടെ എന്താ പറയാ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള വല്ല ഡോഗ്സ് ഉണ്ടോ കാണിക്കാൻ? വോൾഗ. അപ്പൊ അതേ മൂപ്പരുടെ ഫേമസ് ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലനോയ്സ് ആണ് കേട്ടോ. ശരിക്കും പറയണെങ്കിൽ ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉൾപ്പെടുത്താൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിന് നമുക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ മാക്സനാണ്. അപ്പോ നമ്മുടെ ചെക്കൻ എന്തായാലും ആരാ? ഫീമെയിൽ അല്ല അത് ഡോഗ്? മലനോയ്സ് കേട്ടാ. ഞാന് എന്റെ ലൈഫിൽ ഞാന് വളരെ കുറവാണ് ഈ ഒരു ബ്രീഡ് കണ്ടത്. ഇതാണ് ആള് കണ്ടോ. ഇതാണ് മലനോയ്സ്. ഇവിടെ വേറൊരാളുണ്ട് ഡോബർമാൻ. ഇവിടെ എത്ര പേരുണ്ട് നിലവില്? 13 പേരുണ്ട് കേട്ടോ. കണ്ട, നല്ല അറേഞ്ച് ചെയ്തിട്ട് കേജ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഫുൾ സെറ്റപ്പില് ഫാനൊക്കെ ഇടിച്ച് കണ്ട, ഫാനൊക്കെ സെറ്റാക്കി ചൂടും കാര്യങ്ങളും. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈജീനിക് ആണ്. കണ്ടോ, എല്ലാ കൂടും പക്ക ക്ലീൻ ആണ്. നിങ്ങൾ അടുത്തേക്ക് അതെ കണ്ടോ, എല്ലാ കേജുകളും
എല്ലാ കേജിലും പക്കാ ക്ലീനാക്കി കണ്ട. അതുപോലെ തന്നെ വെള്ളം പോവാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും സംവിധാനങ്ങളിലും ഉണ്ട്. അപ്പൊ നേരം കളയണ്ട, മൂപ്പര് എടുത്തോ. മൂപ്പരുടെ ഡോഗാണ്, മൂപ്പരുടെ സിഗ്നേച്ചർ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ആ ഡോഗ് വോൾഗ. വോൾഗ എന്നാണ് പേര്. കടിക്കില്ലേ? അതിന്റെ പൊന്നെ, ഞാൻ സത്യമായിട്ട് ഇതുപോലെ ഫ്രണ്ട്ലിയായിട്ട് ഒരു മല്ലൂസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയണെങ്കിൽ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്, കാരണം മലിനോയ്സ് ആണ്. കടിച്ചു കീറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കടിച്ചു കീറും. അതേപോലത്തെ ബ്രീഡ്. അതെ, കണ്ടോ? വെൽ ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഇതാണ് സംഭവം കേട്ടോ. ഇതിപ്പോ അജിത്ത് ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, ഇതിപ്പോ മൂപ്പരെ ഇപ്പൊ നമ്മൾ ഒരാള് നിന്നെ ഇപ്പൊ ബൈറ്റ് ചെയ്യാൻ വന്നു, കടിക്കോ? കടിക്കാറായിട്ടില്ല. അതിനുള്ളത് കൊടുത്തിട്ട് ഡോഗ്സ് എല്ലാം ഫെമിലിയർ ആയിരിക്കും അന്വേഷിച്ചത്. ഇതൊരു പെട്ടെന്ന് കാണിക്കാൻ പറ്റും. പേടിയിലായിരുന്നു. കൺവേർട്ട് ചെയ്യാൻ പറ്റിയ നാളത്തെ ഉണ്ടായപ്പോഴാണ് ഒരാളുടെ പ്രോഗ്രസിൽ ഭയങ്കര ഇഷ്ടമായി. അത് ക്രഷ് ആയിട്ട് ആള് ഇപ്പോഴൊന്നും ആളൊക്കെ നോക്കാൻ വരാം, ഉന്നോഹിക്കുക. അതിപ്പോഴും എന്റെ സ്റ്റോറിയെല്ലാം മനസ്സിൽ നടന്നു ഞാൻ. എന്തായാലും ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ട്രെയിനേഴ്സിന്റെ അവിടേക്ക് പോയിട്ടില്ല. ഇതങ്ങനെ എന്താ പറയാ, ട്രെയിനേഴ്സുകളുടെ ഡോഗ്സിനെ അങ്ങനെ നേരിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇതാണ് ഇത് പേര് വോൾഗ. അതെന്തെങ്കിലും പേരിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അല്ലല്ല, കൂട്ടുകാരെ സജസ്റ്റ് ചെയ്ത പേര്. അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥോ കാര്യങ്ങളുണ്ടോ? അതിനൊരു ക്യൂവിന്റെ പേരാണ്. ക്യൂവിന്റെ പേര്. കാരണം പറഞ്ഞല്ലോ കേട്ടോ, ഞാനും പേരുകളിൽ ഭയങ്കര ഇതിപ്പോ എന്താ പറയാ, നമ്മളുടെ പിള്ളേരുകളുടെ ഭൂരിഭാഗം പേരും മലയാള. എല്ലാരും പേരും മലയാള. ഗോപുട്ടൻ, ശ്രീകുട്ടി, പാപ്പു, പിന്നെ എന്താ പറയാ സുന്ദരി, ഇതൊക്കെ നമ്മൾ ഫുള്ള് മലയാളം. നമ്മൾ മലയാളിയാണല്ലോ. അപ്പൊ പിന്നെ മലയാളത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസാ മൂപ്പര് അതൊക്കെ ചെയ്യും. അപ്പൊ അതൊന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ എവിടെ ഇല്ലാത്തൊരു സംഭവ എജിലിറ്റി ട്രെയിനിങ് എന്ന് പറയും. എജിലിറ്റി എന്ന് വെച്ചാ, എജിലിറ്റി എന്ന് പറയുമ്പോ ഇതാ കാണുന്ന ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ടോ? അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. മൂപ്പര് നമുക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് സംഭവം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഈ ദുബായിലൊക്കെ പോകുമ്പോ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇതാണ് സംഭവങ്ങള്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പോണേ? ഓക്കെ, ഇത് നമ്മുടെ ഈ ഡോഗ്സിന് ഹെഡ് ഹീൽസ് ചാടാൻ വേണ്ടിയിട്ടുള്ള ആ സംഭവം. നമ്മുടെ അത്ലറ്റിക്സ് ഒക്കെ ഇതാക്കില്ല, അതേ സെയിം സംഭവം തന്നെ. അതെ, മൂപ്പര അവിടെ എന്തൊക്കെയോ സെറ്റപ്പാണ്. അപ്പൊ ഇങ്ങോട്ട് വാ. അതെ, ഡോഗിന്റെ ഇതുകള് നമുക്ക് എവിടെ വെച്ചാലേ ഇത് പ്രോപ്പറായിട്ട് ചാടുന്നത് കാണാൻ പറ്റാ? ഓക്കെ. അപ്പൊ ക്യാമറമാൻ ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നിന്നോ സെൻട്രലിൽ നിന്നോ. അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അടിപൊളിയാട്ടോ ഈ ഒരു സെറ്റപ്പ്. അതെ, ഇരുത്തി നമ്മളിത് ആ ഡോഗിനെ അവൻ കോളർ ഇടിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇനി ഇത് ചാടിക്കാനായിട്ടുള്ള പരിപാടി കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഫുള്ള് സർക്കിൾ അടിക്കാനാണോ? ഓക്കെ, ശരി. ഓക്കെ, ചാടിയ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഈ ഒരു സംഭവം മാത്രമാണെന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ അതെ, ഈ ഒരു സംഭവം ഇതിനെന്തൊരു പേര്, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ലണ്ടോ? എഫ്രൈം. പിന്നെ അതുപോലെ ഇത് ഡോഗ് വാക്കിംഗ് സംഭവം. പിന്നെ ഈ സീസോ, പിന്നെ ഹെഡ് ഹീൽസിന്റെ സംഭവം എന്തായാലും കലക്കിയുണ്ട് മൂപ്പര്. ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു മലനോയ്സിനൊക്കെ മേടിക്കണം വാക്സ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫീൽഡ് അനുസരിച്ചിട്ട് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണ്ട, നമുക്ക് നടുറോട്ടിൽ നിന്ന് കിട്ടും, സ്വാഭാവികമായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നല്ല, ഞാൻ ചെറുപ്പത്തില് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇഷ്ടംപോലെ ഡോഗ്സിനെ മേടിക്കണം, പൈസ കൊടുത്ത് കുറെ ബ്രീഡുകളെ മേടിക്കണം. ഇപ്പൊ ദൈവം സഹായിച്ച് എനിക്കൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ എല്ലാ ബ്രീഡും ആയി എനിക്ക് തെരുവിൽ നിന്ന് കിട്ടിയിട്ട്. മലനോയ്സ് ഉണ്ടായിരുന്നു, ഫുൾ പാരലൈസിനായിരുന്നു. പിന്നെ ഇവിടെ എന്തോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
സ്പിൻ ഇതൊന്ന് ഒരു ഏതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കോ അമ്പാ ഇതൊക്കെ ശരിക്കും പറയണെങ്കിൽ ഞാന് ഓരോ നമ്മുടെ വീഡിയോസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മലനോയ്സിന്റെ ചില ട്രെയിൻഡ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അമ്പാ ആള് ചില്ലറക്കാലി അല്ല കേട്ടോ. അതെ ഈ സമയത്തൊക്കെ നമ്മുടെ കൈയും കാലൊക്കെ പോയി എന്തായാലും പോകും. അതിന്റെ അടുത്തൊക്കെ പോയത് എന്തായാലും സ്പേസ് വേണം. നല്ല രീതിയിൽ ഡോഗിനെ നന്നായിട്ട് ഓടിപ്പിക്കുക കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള എക്സൈറ്റ്മെന്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ബ്രീഡാവുന്നു. നല്ല ഹൈപ്പറാണ്. ഇത് മൽനോയ്സിനെ പറ്റി കുറച്ചും കൂടെ ആസ് എ ട്രെയിനർ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ആളെ സംബന്ധിച്ച് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ്. അതാണ് ഇന്ന് അമേരിക്കൻ ഫോഴ്സിലായിട്ട് ഇന്ത്യൻ ഫോഴ്സിലെ കേരള ഫോഴ്സിലും ഏറ്റവും കൂടുതൽ മൽനോയ്സിനെ ഉപയോഗിക്കുന്നത്. റെസ്ക്യൂനായിക്കോട്ടെ, സ്നിഫറിനായിക്കോട്ടെ, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളെടുക്കാണ്. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ്. ഏതൊരു സിനാരി വന്നാലും കടന്നു പോകാൻ പറ്റിയ ഡോഗാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ മൽനോയ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഓൾഗയുടെ വിശേഷങ്ങൾ. എന്തായാലും ഇങ്ങനൊരു അവസരം, ഇത് മൂപ്പരുടെ പ്ലോട്ടാണ്. ഇത് കണ്ട, ഇനി ഇവിടുന്ന് ഇത് ഈ ഒരു ഫെൻസിങ് കെട്ടിയിട്ടുള്ള ഫുൾ ഏരിയ ഏതാ പോട്ടിങ് ആ സംഭവം അല്ലേ? ഓക്കെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഇത് ഇനി ഭാവിയിൽ ഇത് വലിയൊരു സംഭവം ആവട്ടെ അജിത്തെ. കാരണം കേരളത്തിൽ തന്നെ നമ്പർ 1 ആയിരിക്കണം. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്പർ 1 ആയിരിക്കണം. അപ്പൊ ഇതെന്തായാലും ഭാവിയിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയധികം വലിയൊരു പ്ലോട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവില് വന്നിട്ടില്ല. നിന്റെ അറിവില് വലിയൊരു ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തൃശ്ശൂര് ഇവിടെ ഒരു പൗസം പാർട്ടി അവിടെ വെച്ചിട്ട് അന്ന് ഓൾഗയുണ്ട്. ഒരു ഡിസ്ക് എടുത്തിട്ട് എറിയ, ഓൾഗ ഫുള്ള് ആ ഡിസ്കിന്റെ പിന്നാലെ പോണേ. അപ്പൊ പിന്നെ ഞാൻ അജിത്തായിട്ട് സംസാരിച്ചു. അതിന് മുന്നേ എനിക്ക് അറിയാം, ട്രെയിനർ ആണെന്നൊക്കെ അറിയാം. അന്നാണ് നമ്മൾ മീറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞപ്പോ ഒരു 6-7 മാസമല്ല ആയിട്ടുള്ള നമ്മൾ കണ്ടുകൊണ്ടിട്ട്. ഞാൻ പറഞ്ഞു എന്റെ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ഈ ഗ്രൂമിങ് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോ നമുക്ക് അതിന് ഒപ്പത്തില് എന്താ പറയാ ഒരു പരിമിതി ഉണ്ട്. പിന്നെ അതുപോലെ ഹൈജീനും കീപ്പ് ചെയ്യണം. ഒരു പണിക്കാരെ വെച്ച് നടത്താൻ പറ്റില്ല. അത് ഞാൻ അന്ന് ഇന്നും ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ നിൽക്കരുത്. അപ്പൊ നമ്മള് പണിക്കാരെ വെച്ചിട്ട് ചെയ്തു പോയിട്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് മോശം റിവ്യൂ കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. ഞാനിവിടെ മുന്നേ പോത്തിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഈ പുല്ലൊക്കെ വെച്ച് കിടക്കണം. അത് വീണ്ടും റീഗ്രോത്തിങ് ചെയ്തോണ്ടിരിക്കുക ആ പുല്ലുകളൊക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഷെഡ് ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ആള് ടപ്പേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നു, അഡ്വാൻസ് തരുന്നു, കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. എല്ലാം എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്നുള്ള എല്ലാവരും ഡോഗ്സിന്റെ ആൾക്കാര് ട്രെയിനിങ് എല്ലാരും ചെയ്യിപ്പിക്കും തോന്നുന്നു. കാരണം മെയിൻ ആയിട്ട് പറഞ്ഞാൽ തൃശ്ശൂര് നല്ലൊരു ഡോഗ് പാർക്ക് ഇല്ല. അത് വലിയൊരു സംഭവം. കാരണം നമ്മുടെ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ഞാൻ പോയിരുന്നു ഒരു കൊച്ചിയിൽ ഞാൻ ഒരിടം പോയിരുന്നു. അവിടെയൊക്കെ ശരിക്കും പറയണെങ്കിൽ ഈ ഡോഗ്സിന്റെ ഈ പാർക്ക് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാ. അത് പോയവർക്ക് അറിയാൻ പറ്റും ആ ഒരു സംഭവം. ഇതേപോലെയുള്ള നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി. നമ്മുടെ അവിടുത്തെ രാജേന്ദ്ര മഹേന്ദ്ര ഡോഗ് പാർക്ക് എന്ന് പറയുമ്പോൾ വെറുതെ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഫ്ലാറ്റിൽ വളർത്തുന്നവരുണ്ട്. ചിലർക്ക് 5 സെന്റ് വീട് 4 സെന്റ് വീടുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊരു മൊത്തത്തില് ഡോഗ്സ് ആയിട്ട് വന്നിട്ട് മൊത്തത്തിൽ ഒന്ന് എന്റർടൈൻ ചെയ്തു പോകാനായിട്ടുള്ള ഒരു വലിയൊരു സെറ്റപ്പാണ് വരാൻ പോണേ. ടൈം എടുക്കും, പക്ഷെ എന്നാലും വരും. അപ്പൊ എന്തായാലും ഭാവിയില് എല്ലാം റെഡി ആവട്ടെ. ഇനി മുതലാളിയാണ് ശരിക്കും പറയണെങ്കിൽ നമ്മുടെ മാക്സ്. അപ്പൊ അജിത്തെ കാര്യങ്ങൾ ഉഷാറാവട്ടെ. സുഡു എന്തായാലും ഉഷാറാവട്ടെ. ഇനിയിപ്പോ എന്തായാലും അതായത് നമ്മുടെ ക്യാമറമാനും ഉണ്ട് കേട്ടോ. ക്യാമറമാനാണ് ക്യാമറമാൻ ഇനി കാണിച്ചില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. മൂപ്പര് നമ്മുടെ മാക്സിന്റെ ശിഷ്യനാണ്. നമ്മുടെ ആലപ്പുഴ എവിടെയാ? ആലപ്പുഴ ചുടുകാട്. അപ്പൊ അവിടെ മൂപ്പര് ഇപ്പൊ മാക്സിന്റെ അവിടെ ട്രെയിനിങ് പഠിക്കാനായിട്ട് വന്നേക്കാം. അപ്പൊ ഇനി മൂപ്പര് ഒന്നും ഇപ്പൊ ക്യാമറ ഓക്കെ. അതായത് ഇനി മൂപ്പരെ കാണിച്ചില്ലെങ്കിൽ മൂപ്പർക്ക് ഭയങ്കര വിഷമം. കാരണം മൂപ്പര് ഭയങ്കര റീൽസ് ഓളിയാണ് അല്ലേ? ഭയങ്കരമായിട്ട് മറ്റേ റീൽസുകളൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ അത് കാരണം ആൾക്കത് ഭയങ്കര വിഷമമായി മാറും. അപ്പൊ മൂപ്പര് ശിഷ്യൻ അല്ലേ? മൂന്നാമത്തെ ശിഷ്യൻ. ബാക്കി 2 ശിഷ്യന്മാര് പഠിച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇനി നേരെ വൈകണം. നമ്മുടെ പാപ്പൂസ് അവിടെ വെയിറ്റിംഗിലാണ്. കുളിച്ച് സുന്ദരകുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടാവും. കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇടാട്ടാ. അപ്പോ നമ്മുടെ പാപ്പൂസിനെ കുളിപ്പിച്ചതേ സുന്ദര കുട്ടപ്പന. ഇതേ നോക്കിയേ, ഇത് ആരാ നിക്കണേന്ന് നോക്കിയേ. വന്ന ആളാണോ അപ്പൊ ഇതേ നിക്കണേന്ന് നോക്കിയാൽ കണ്ട. ഇപ്പൊ നല്ല സുന്ദര കുട്ടപ്പന. ഇത് ഇനി വേഗം തന്നെ 2 ദിവസം കൊണ്ട് നമ്മുടെ ആശാൻ
എന്താ പറയാ തിരിച്ച് അതുപോലെ തന്നെ ആക്കും. അപ്പൊ ഞാൻ മാക്സിനെ വിളിക്കാട്ടാ. അല്ല മാക്സാ, ഇനിയിപ്പോ എന്താണ് നിന്റെ പരിപാടികള്? ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ വൈകാണ്ട് തന്നെ അത് നമുക്കൊന്ന് റെഡിയാക്കണം. പറ്റാ ഈ വർഷം തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഇപ്പൊ 5-6 വർക്കൊക്കെ വന്നു തുടങ്ങി. അത് എപ്പോഴാ എങ്ങനെ വരാന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ നമുക്കൊരു 4 വർക്കുള്ളൂ. 4 വർക്കാകുമ്പോ നമുക്കതൊരു ടൈം വെച്ചിട്ട് നമുക്കൊരു 2 ടേബിളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിടാം. പക്ഷെ ശനി ഞായറാഴ്ച ആകുമ്പോ നമുക്ക് നല്ല തിരക്ക് വരുന്നുണ്ട്. അപ്പൊ അപ്പുറത്തേയും കൂടി അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും ഡ്രൈയിങ് റൂം. അപ്പൊ ആദ്യം അവിടെ 2 ടേബിളിൽ മേടിക്കാനായിട്ട് എന്റെ ഫണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ടേബിളിൽ നമുക്ക് എങ്ങനെ ഒരു 60,000-70,000 കോസ്റ്റ് വരുന്നുണ്ട്. അതെ, താഴ്ത്താനും പൊക്കാനും പറ്റും. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ശരിക്കും ഭയങ്കര റിസ്ക് ആണ്. ആദ്യം തന്നെ കുറച്ച് റിസ്ക് ബഡ്ജറ്റിൽ വെച്ച് നോക്കുമ്പോ. ആദ്യം നമ്മള് തുടങ്ങുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തോടും തുടങ്ങിയതാ, ഫ്രം സീറോ. ഞാന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയില് തിരിച്ചെത്തുമ്പോ ലാസ്റ്റ് ശരിക്കും പറഞ്ഞ പപ്പയ്ക്ക് ഒരു കുപ്പി മേടിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. കുപ്പിയൊക്കെ മേടിച്ചു കൊടുത്തു. അത് ഇവിടെ എത്തിയിട്ട് കുപ്പി മേടിച്ച് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വട്ടപൂജ. പിന്നെന്ന് പറയുമ്പോ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങി നോക്കണേ. പിന്നെന്ന് പറയുമ്പോ സ്വപ്നം കാണാം, ഫുൾ സ്വപ്നം കാണാം, ഡ്രീം ഇറ്റ് അച്ചീവ് ഇറ്റ്. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ലെവലാക്കാനും ഒരു പുതിയ ഇലക്ട്രിക് കാർ വരെ മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു ആനിവേഴ്സറി തന്നെയാണ്. കുറെ കഷ്ടപ്പാടുകളും കുറെ ഇതും കുറെ ആൾക്കാരുടെ പുച്ഛങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത മാതിരി നമ്മള് തൃശ്ശൂര് ഡോഗ് ഷോയ്ക്ക് വരെ ഒരു സ്റ്റാൾ ഇടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം മൂപ്പര് ഫ്രം സീറോ. അത് മാത്രല്ല, ഈ ഇതിന്ന് ഒറ്റയ്ക്ക് ഇതുപോലൊരു സംരംഭം കൊണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പണിയല്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. ഈവൺ ഞാനൊരു ഷെൽട്ടർ കൊണ്ട് നടക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചെലവാണ് ഉണ്ടാക്കാം, പക്ഷെ ചെലവിനെ കൺട്രോൾ ചെയ്യണം നമ്മളിപ്പോഴും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഇവിടുത്തെ ടൂൾസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഞാൻ വേറൊരു സംഭവം ആ ടൂള് കൂടി ഉണ്ടോ ബുക്ക് ചെയ്ത ലാസ്റ്റ് ഒരു 20,000 രൂപയുടെ ഒരു ടൂള്. വേറൊന്നല്ല കേട്ടോ, ഞാൻ എന്റെ ലൈഫിലൊക്കെ ഇത്ര വിലയുടെ സംഭവങ്ങളൊക്കെ ഞാൻ എബ്രോഡ് കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിലൊക്കെ വളരെ ചുരുക്കം പേരാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസേഴ്സ് യൂസ് ചെയ്യണത്. 20,000 രൂപ. അതാണ് ഇപ്പൊ ഇവരെ ചുമ്മാ ഇപ്പൊ പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര പുച്ഛ. ഈ പട്ടീനെ കട്ട് ചെയ്യണ സിസർ അല്ലേ അങ്ങനെ ഇങ്ങനെ നോക്കും. പക്ഷെ ഇതിപ്പോ 8 ഇഞ്ചിന്റെ സിസേഴ്സ് ആണ് ഇതൊക്കെ. നീ പേര് പറയണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടു. പിന്നെ ഇത് 8,000 രൂപയാണ് ഈ ഒരു ഒറ്റ സിസറിന്. ഈ ഒരു ഒറ്റ സിസറിന്റെ വില 8,000 രൂപ കേട്ടാ. ഇതിന്റെ തുമ്പിനാണ് മൂർച്ച. എല്ലാം 440C ജാപ്പനീസ് സ്റ്റീലാണ്. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് സംഭവം കണ്ടാ. 8,000 രൂപയുടെ ഒരു സംഭവം തന്നെയാ. പിന്നെ ഇതിനെത്രയാ? ഇത് നമുക്ക് മൊത്തം 15 രൂപ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒരു 20 രൂപയുടെ മേലെ ആയിട്ടുണ്ട്. 20 രൂപയുടെ മേലെ. ഇതും ഒരു 15,000 രൂപയുടെ തന്നെയാണ്. ഇത് നമുക്ക് 7 ഇഞ്ച് സിസേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, 7 ഇഞ്ചിന്റെ. വർഷത്തിൽ ഒരു വട്ടം മൂർച്ച കൂട്ടിയാൽ മതി. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഈ ഒരു ഇതില്ലേ ഈ പോച്ച് ഇത് ശരിക്കും എത്ര നാൾ? ഏതാ ഈ സംഭവം? ഈ പൗച്ചല്ലേ? അത് നമ്മളെല്ലാം വർക്ക് കഴിഞ്ഞപ്പോ സേഫില്. അല്ല, ഇത് എത്ര കൊല്ലം നിൽക്കും? ഇത് നിൽക്കും. ഇത് നമുക്ക് എങ്ങനെ ഒരു 5-6 വർഷമൊക്കെ നിൽക്കും. 5-6 വർഷം നിങ്ങൾ കണ്ടോട്ടെ. അതെ, 10-20,000 രൂപയുടെ അടുത്ത് വരുന്ന സിസേഴ്സ് ആണ് നമ്മൾ ഇവിടെ പെറ്റ്സിന് യൂസ് ചെയ്യണത്. ആ ഒരു കാര്യത്തില് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അല്ല, നമുക്ക് എന്താ വെച്ചാല് നമുക്കിപ്പോ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നല്ലത്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് 4,500 കൊടുത്ത് മേടിക്കുന്ന സെറ്റ് അതൊരു 10 വട്ടം മേടിക്കുന്ന കാശുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിപ്പോ എന്തായാലും എനിക്ക് 2 വർഷം ഉപയോഗിക്കാം. കണ്ണും പൂട്ടി ഉപയോഗിക്കാം. നിലത്ത് വീണ് കഴിഞ്ഞാലും എനിക്കിത് റെഡിയാക്കാൻ പറ്റും. നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തില്. പുറത്തുനിന്ന് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ദുബായിൽ നിന്നായാലും നമ്മുടെ ഇവിടെ തൃശ്ശൂര് അല്ല കേരളത്തില് മൂവാറ്റുപുഴയുള്ള ഒരു ചേട്ടനിലെ കൊണ്ടുതന്നെ. ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ അവിടെ നിന്നുള്ള മറ്റേ സിസർ ഷാർപ്പനിങ്, ബ്ലേഡ് ഷാർപ്പനിങ് ഒരൊറ്റ ചേട്ടന, സുമിത്ത് എന്നാണ് ആളുടെ പേര്. പ്രൊഫഷണൽ എന്താ പറയാ ഷാർപ്പനറാണ് ആള്. വി ഷാർപ്പൻ എന്നാണ് ആളുടെ പേര്. അപ്പോ സിസേഴ്സ് പിന്നെ നമ്മള് വേറെ പുറത്തുനിന്ന് ഇറക്കണതാ. പക്ഷെ ഇത് മൂർച്ച കൂട്ടി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല.
ഇപ്പോ ഇത്ര അധികം രൂപ കൊടുത്തിട്ട് നമ്മള് ഈ പെറ്റ്സിന്റെ ഇത്രയും സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണേ. എന്നിട്ടും നമ്മൾ ഇവിടെ പല ഡോഗ്സിനെയൊക്കെ നമ്മള് എന്താ പറയാ ഗ്രൂം ചെയ്യണത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ നമുക്ക് ഇവന് വേണമെങ്കിൽ റേറ്റ് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പറ്റായി ഒന്നുമില്ല. അവന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് മാക്സിമം 2000-2500 വാങ്ങുന്ന. പിന്നെ പറയുമ്പോ നമുക്ക് ഇതെല്ലാം അഫോർഡ് ചെയ്യണ്ട. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് റേറ്റ് കുറവെന്ന് പറയുമ്പോ എനിക്ക് റെന്റ് കുറവാ. റെന്റ് കുറവായ കാരണമാണ് എനിക്ക് ഇത്. ഇപ്പോ നമ്മുടെ ഇവിടെ തന്നെ കുറെ പേര് ഓവർ റെന്റിൽ നിന്നിട്ട് തന്നെ കാര്യങ്ങൾ നടക്കാനില്ല, ഒന്നാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എക്സ്പെൻസ് മെയിൻ ആയിട്ട് നന്നായിട്ട് കുറയ്ക്കണം. അപ്പൊ നമ്മൾ 5 ലിറ്ററിന്റെ ഷാമ്പൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 ഡോഗ്സിനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കണക്ക്. സത്യം പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കണക്കൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല കേട്ടാ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് ശരിക്കും പറയണെങ്കിൽ കുറെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റി. പിന്നെ ഇവന്റെ പ്ലോട്ടിൽ നടക്കുന്ന മറ്റേ ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം. അതിന് മാക്സിന് താങ്ക് യു സോ മച്ച്. അതെന്തായാലും ഉഷാറാക്കണം. ഓക്കെ, എന്താ ആരും ആയിക്കോട്ടെ, അത് കേരളത്തിൽ തന്നെ നല്ല നമ്പർ 1 ആവട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ പാപ്പൂസിനെ നമ്മൾ നമ്മുടെ ഹെവനിലേക്ക് കൊണ്ടുപോകണത് കണ്ട. പാപ്പൂസിനെ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയതേ കണ്ട. ഫുള്ള് ഡ്രൈ ഒക്കെ അടിച്ച് നല്ല മണുണ്ട്. വീടെത്തി കഴിഞ്ഞ് ഇതൊക്കെ പോകും ഫുള്ള്. ആശാനൊന്നും ഒരു ഗ്യാപ്പ് കിട്ടിയാവാൻ നേരെ ചെളിയിലിരിക്കുക അങ്ങനെ. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പൊ ബൈ.